നമസ്കാരം. സ്മൃതി ഇറാനിക്ക് ഇതെന്ത് പറ്റി? അമേഠിയിൽ എന്ത് സംഭവിച്ചു? ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ സ്മൃതി ഇറാനി തോറ്റതിൽ എന്തെങ്കിലും അതിശയപ്പെടാനുണ്ടോ? ഇല്ല തന്നെ. കാര്യം വേറൊന്നുമല്ല. 3 തവണ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടിട്ടാണ് ഒടുവിൽ 19-ൽ അമേഠിയിൽ നിന്ന് ഒരു പരീക്ഷണാർത്ഥം ഇറാനിയെ അവിടുത്തുകാർ ജയിപ്പിച്ചത്. എന്നിട്ടോ പൊതുവെ BJP-ക്കാരെ മുഴുവൻ കെണിയിലാക്കുന്ന ഒന്നാണല്ലോ ഈ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള തർക്കങ്ങൾ. എന്തായാലും സ്മൃതിയും അതിനെതിരാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് വിവാദത്തിൽ ഇവരും അകപ്പെട്ടു. അത് സ്വാഭാവികം മാത്രം. അതെന്താണെന്ന് വെച്ചാൽ 2004 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിൽ, അതായത് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ മത്സരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അന്ന് നൽകിയ സത്യവാങ്മൂലത്തിൽ 1996-ൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി BA പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്തുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചപ്പോഴാണ് BA വരെ പഠിച്ചതാണ് എന്ന് ഭരണാധികാരിക്ക് മുന്നിൽ ആണയിട്ട് സ്മൃതി ഇറാനി പറഞ്ഞത്. ശരി, തൽക്കാലം അതങ്ങ് അംഗീകരിക്കാം എന്ന് വയ്ക്കാം. പക്ഷേ കപിൽ സിബലിനോട് ജയിക്കാൻ സ്മൃതിക്ക് കഴിഞ്ഞില്ല. പിന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റ മത്സരത്തിന് മുൻപ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ വേറൊരു കാര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ എവിടെയോ എന്തോ തകരാറ് പോലെ എന്നാണ് എല്ലാവർക്കും തോന്നിയത്. അതായത് ഡൽഹി സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി BCom പൂർത്തിയാക്കി എന്നാണ്. എന്നാൽ ഇതിലേത് വിശ്വസിക്കണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായി വോട്ടർമാർ. അങ്ങനെ വന്നപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയോട് നൈസായിട്ട് തോറ്റു തുന്നം പാടി. അതുകൊണ്ട് അമേഠിയിൽ ഇപ്പോൾ കിഷോരിലാൽ ശർമ്മയോട് തോറ്റതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ. കാര്യം വോട്ടർമാരാകെ കൺഫ്യൂഷനിലായി പോയി എന്ന് മാത്രം. പക്ഷേ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത ഒരു ആത്മവിശ്വാസം സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ നേതൃത്വത്തിനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. 400 സീറ്റ്, വലിയ വിജയം. എന്നിട്ട് വാരണാസിയിൽ പോലും 4 ലക്ഷം പ്രതീക്ഷിച്ചെടുത്ത് തൽക്കാലം കടന്നുകൂടിയതാണ് എന്നറിയാമല്ലോ. പക്ഷേ സ്മൃതിക്ക് ജയിക്കും എന്ന് തന്നെയായിരുന്നു വിശ്വാസം. കുറഞ്ഞത് 2 ലക്ഷം വോട്ടിനെങ്കിലും അമേഠി സ്വന്തമാക്കാമെന്ന് ഒക്കെ കരുതിയിരുന്നു. എന്നാൽ വോട്ടർമാർ നൈസായി തേച്ചു എന്ന് പറഞ്ഞാൽ മതി. കിഷോരിലാൽ ശർമ്മയോട് 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റു തുന്നം പാടിയത്. തോറ്റതല്ല, അമേഠിക്കാർ കെട്ടുകെട്ടിച്ചത്. ഇനിയും മേലാൽ ഈ വഴിക്ക് കണ്ടുപോകരുത് എന്ന് ഒരു ഉപദേശവും. അമേഠിയിൽ ഒരു തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് വെറും 50,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലായിരുന്നു. എന്നിട്ടാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. മാനവ വിഭവശേഷി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയെങ്കിലും അതത്ര ഗുണപ്പെട്ടില്ല. ആവശ്യമില്ലാത്ത പേരുദോഷം ഉൾപ്പെടെ വാങ്ങിപ്പിടിച്ചു എന്നല്ലാതെ വേറെ പ്രയോജനം പാർട്ടിക്കും മന്ത്രിസ്ഥാനത്തിനും ഉണ്ടായില്ല എന്ന് മാത്രം. എന്നിട്ടോ എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊരു സൂചന ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇത്തവണ തെരഞ്ഞെടുപ്പിലും തന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന രീതിയിലായിരുന്നു പ്രചാരണം എല്ലാം തന്നെ. രാഹുൽ ഗാന്ധിയെയും കിഷോരിലാലിനെയും വളരെ പുച്ഛം കലർന്ന ഭാഷയിലാണ് പലയിടത്തും അവതരിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരൻ എന്ന് പോലും വിളിച്ച് പരിഹസിക്കാൻ പോലും സ്മൃതി ഇറാനി തയ്യാറായതും നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആ രീതിയിൽ അമിതാത്മവിശ്വാസത്തിലായിരുന്നു ഇത്തവണ അമേഠിയിൽ അംഗം കുറിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അഹങ്കാരത്തിനുള്ള തിരിച്ചടി അമേഠിയിലെ ജനങ്ങൾ കൊടുത്തു എന്ന് തന്നെ പറയുന്നതാകും ശരി. പൊതുവെ BJP-യുടെ ഒരു ശീലമനുസരിച്ച് ജയിച്ചാലും തോറ്റാലും ഇനിയിപ്പോൾ മത്സരിച്ചില്ലെങ്കിലും മന്ത്രിയാകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയെങ്കിലും ആകാം എന്ന് കരുതിയെങ്കിലും അതിലും പിടിവീണു. 1-2 കക്ഷികളുടെ കനിവിനാണല്ലോ ഇപ്പോൾ മന്ത്രിസഭ തട്ടിക്കൂട്ടിയെടുത്തത്. ഇലക്ടറൽ ബോണ്ട് പുതിയ രൂപത്തിൽ പുനഃസ്ഥാപിക്കും എന്ന് നേരത്തെ അറിയിപ്പ് കൊടുത്ത നിർമ്മലാ സീതാരാമൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് വീണ്ടും പഴയ സീരിയൽ രംഗത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വരെ സ്മൃതി ആലോചിച്ചു തുടങ്ങി എന്നാണ് കേട്ടത്. അതല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിച്ചതിന് ശേഷം ചെയ്ത ജോലിയിലേക്ക് മടങ്ങിയാലോ എന്നും ചിന്തിച്ചു. അതിനിടയിലാണ് ഒരു വാർത്ത കേട്ടത്. BJP ദേശീയ അധ്യക്ഷൻ പദവി ഉടൻ തന്നെ ഫ്രീ ആകും. കാരണം നദ്ദ സ്ഥാനമൊഴിയുകയാണല്ലോ. അങ്ങനെ വന്നാൽ സ്മൃതി ഇറാനിയെ ആ ഒഴിവിലേക്ക് പരിഗണിക്കും എന്നാണ് പൊതുവെ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാര്യം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അധ്യക്ഷനായിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാം എന്ന് BJP തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്മൃതി ഇറാനിക്ക് സാധ്യത തെളിയുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ BJP-യുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ എന്ന സ്ഥാനം സ്മൃതി ഇറാനിക്ക് തന്നെ ലഭിക്കും. കഴിഞ്ഞ 1980 മുതൽ ഇന്ന് വരെ BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ഇതൊരു വലിയ നേട്ടമാകും എന്നാണ് കരുതുന്നത്. എന്നാൽ സ്മൃതി ഇറാനിക്ക് എതിരായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു. സ്മൃതി ഇറാനിയെ രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള കരുനീക്കം നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന ആ റിപ്പോർട്ടുകൾ.
കൂട്ടത്തിൽ RK സിംഗ്, അർജുൻ മുണ്ട എന്നിവരെയും എത്തിക്കാനാണ് BJPയുടെ ശ്രമം. അങ്ങനെ വന്നാൽ സ്മൃതി ഇറാനി ഇതിലേത് സ്വീകരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇനി ഒരിക്കലും അമേഠിയിൽ നിന്ന് ഒരു തിരിച്ചുവരവുണ്ടാകാത്ത രീതിയിലാണ് സ്മൃതി ഇറാനി അവിടെ പരാജയപ്പെട്ടത്. സത്യത്തിൽ കഴിഞ്ഞ BJP സർക്കാരിന് മേലുണ്ടായ വിവാദങ്ങളുടെ ആകത്തുകയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെയാണ് പരാജയപ്പെടുത്തിയതെങ്കിലും ഇന്ത്യ മുന്നണിയുടെ പിൻബലത്തിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി അമേഠിയിൽ ഒരു തിരിച്ചുവരവിന് സ്മൃതി ഇറാനി പ്രതീക്ഷിക്കുന്നില്ല. ഒന്നുകിൽ രാജ്യസഭയിലേക്ക് എത്തുക, അതുമല്ലെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക.